ഹായ് ഫ്രണ്ട്സ്, ഡോട്ട് മണ്ടാല എങ്ങനെയാണ് ഈസി ആയിട്ട് ബോട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിലുണ്ടാവുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, പിന്നെ വീട്ടിൽ കിട്ടുന്ന ടൂൾസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബോട്ടിലിൽ ഡോട്ട് മണ്ടാല ചെയ്യാം എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ നമ്മുടെ ചാനൽ വളരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. എങ്ങനെയാണ് ഈ സംഭവം ചെയ്യാൻ നോക്കാം. ഡോട്ട് ആർട്ട് ചെയ്യാനായിട്ടുള്ള കുപ്പി റെഡിയാണ്. ഫുൾ ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ബേസ് കോട്ട് കൊടുക്കണം. ഡോട്ട് മണ്ടാലയ്ക്ക് വളരെ സ്മൂത്തായിട്ടുള്ളൊരു ബേസ് കോട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് സാധനം സ്പ്രേ പെയിൻ്റാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രേ പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടൊരു ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാനൊരു കോട്ട് അടിച്ച് അത് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ അക്രിലിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 കോട്ടും കംപ്ലീറ്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡോട്ട് മണ്ടാല സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഓരോ സ്റ്റെപ്പിലും പറയാം കേട്ടോ. സെൻറ്റർ ഡോട്ട് ഞാൻ കുറച്ച് വലിയ ഡോട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മാർക്ക് എടുത്തു. അപ്പോൾ അതിൻ്റെ അടിവശം കണ്ടോ, ആ വലുപ്പത്തിൽ നമുക്ക് ഒരു ഡോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പെയിൻറ്റ് ആവശ്യത്തിന് മുക്കണം, അല്ലെങ്കിൽ ഫുൾ പെയിൻറ്റ് അതിൽ പിടിക്കില്ല. പിന്നെ ഓവറായിട്ട് മുക്കരുത്, കാരണം അത് ഒലിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാതെ ഇളക്കാനൊന്നും പാടില്ല, കാരണം അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം എടുത്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ വട്ടം കറക്റ്റായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കൊന്നൊരു ബ്രഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മാർക്കർ വെച്ച് തന്നെ ആ വട്ടം കറക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ സൈസിലൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്തോളാൻ പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ടൂള് ഒരു ഇയർബഡ്സ് ആണ്. അതിൻ്റെ ഒരു ഭാഗത്തുള്ള കോട്ടൺ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗത്ത് കോട്ടൺ ഉണ്ട്. അപ്പോൾ ഈ കോട്ടണിൽ നിന്ന് ജസ്റ്റ് ഒരു നാര് പോലെയൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കില്ലേ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. കോട്ടണിൽ അക്രിലിക് പെയിൻറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ആ നൂലൊക്കെ താഴ്ന്നിരിക്കും. അടുത്ത സെറ്റ് ഡോട്ട്സ് വരയ്ക്കാം. അപ്പോൾ അതിന് ഞാൻ ഓറഞ്ച് കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു ഡോട്ട് ഇടുകയാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഡോട്ടും കൂടെ കൊടുത്തു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലായിട്ട് ഒരു ഡോട്ട് കൊടുക്കാൻ പോവാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഡോട്ടും കൂടെ. ഇപ്പോൾ ടോട്ടൽ 4 ഡോട്ടാണ്. ഇനി 2 ഡോട്ടിൻ്റെ ഇടയിൽ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ടും കൂടെ കൊടുക്കും. അത് മൊത്തം ഒരു 4 ഡോട്ട് വരും. ഇനി നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ കാണാം. അപ്പോൾ തോന്നും അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്താലോ എന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ആ റൗണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ ബഡ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ടിപ്പ് ഒന്ന് ജസ്റ്റ് ഫ്ലാറ്റ് ആക്കുകയാണ് നമുക്ക് ഡോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഓറഞ്ച് ഡോട്ട്സ് നോക്കുക. തൊട്ടടുത്തിരിക്കുന്ന 2 ഓറഞ്ച് ഡോട്ടിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ അടുത്ത ഡോട്ട് കൊടുക്കാൻ പോകുന്നത്. ചാന്ത് വെച്ച് നമ്മൾ പൊട്ട് തൊടില്ലേ, അതേ പ്രൊസീജിയറാണ് ഈ ഷിങ്കാറിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട്. നമ്മൾ ഒരു സ്റ്റിക്കിന് പകരം പല സൈസിലുള്ള ടൂൾസ് എടുക്കുന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അടുത്ത ടൂളായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പുതിയ പെൻസിലാണ്. അപ്പോൾ അതിൻ്റെ ഇറേസർ വെച്ചിട്ട് നമുക്കൊരു പെർഫെക്റ്റ് ഡോട്ട് ഉണ്ടാക്കിയെടുക്കാം. അതും ഇതേപോലെ തൊട്ടടുത്തുള്ള 2 നീല ഡോട്ടിൻ്റെ മുകളിലായിട്ട് ഞാനൊരു യെല്ലോ ഡോട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ അങ്ങനെ തന്നെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇതേ പ്രൊസീജിയറാണ് നമ്മൾ ബാക്കിയുള്ള ഡോട്ട്സിലൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന യെല്ലോ ഡോട്ട്സ് 2 അടുത്തുള്ളത് എടുക്കുക, അതിൻ്റെ ഗ്യാപ്പിൻ്റെ മുകളിലായിട്ട് അടുത്ത ഡോട്ട് കൊടുക്കുക. നമുക്ക് പല വലുപ്പത്തിലുള്ള ഡോട്ട് വേണ്ടതുകൊണ്ട് ടൂൾസ് മാത്രം ഞാൻ മാറ്റുക. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കാണ്. നിങ്ങൾക്ക് ഇതേ വലുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ചെറിയ പെന്നിൻ്റെ ക്യാപ്പോ ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. റെഡ് കളർ കൊടുക്കുകയാണ്. അടുത്തത് ഞാൻ എടുക്കുന്നതും ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് തന്നെയാണ്. വലിയ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കാണ്. അപ്പോൾ കുറച്ചുകൂടെ വലിയ ഡോട്ട് കിട്ടും.
പിന്നെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കുക ഓരോ ഡോട്ട്സ് കൊടുക്കുമ്പോഴും. അപ്പോഴാണ് കുറച്ചും കൂടെ നല്ല മിഴിവുണ്ടാവുക. നമ്മൾ വലിയ ഡോട്ട്സൊക്കെ ഇടുമ്പോൾ കളറ് ഫുള്ളായിട്ട് പിടിക്കാത്ത പോലെ തോന്നും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പെയിൻറ്റ് ഫില്ല് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത ടൂളായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ടൂത്ത് പിക്കാണ്. വളരെ ടൈനി ആയിട്ടുള്ള ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടൂത്ത് പിക്ക് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ തന്നെ നിർത്താവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടം. എത്ര ഡീറ്റെയിലിങ് കൊടുക്കുന്നു, എത്ര ലെയർ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റാണ് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ഡോട്ട് കുറച്ച് വലുതായിട്ട് ബഡ്സിൻ്റെ ബേസ് വെച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു വലിയ ഡോട്ട് ഗോൾഡൻ കളർ ഡോട്ട് കൊടുക്കുകയാണ്. പിന്നെ ചുറ്റും ചെറിയ ഗോൾഡൻ കളർ ഡോട്ട്സ് അത് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനത്തെ ടൈപ്പ് ഡീറ്റെയിൽസ് കൊടുക്കാം എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ചെറിയ ഡോട്ട്സിൻ്റെ കാര്യമൊക്കെ പറയണത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആയിന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താവുന്നതാണ്. പക്ഷെ നമുക്കിതിലുള്ള ഒരു സാധ്യത എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ളത് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. കണ്ടോ, ഈ ഡീറ്റെയിലിംഗ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രീൻ ഡോട്ട് നോക്കിയേ ഫുള്ള് ഫിനിഷ് ചെയ്തപ്പോൾ ലുക്ക് തന്നെ മാറിയില്ലേ. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ഡീറ്റെയിലിംഗ് ആണ്. നമ്മളൊരു വലിയ ഡോട്ട് കൊടുക്കും, പിന്നെ അതിനേക്കാൾ ചെറിയൊരു ഡോട്ട്, പിന്നെ അതിനേക്കാൾ ചെറുത്. അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരീക്ഷണങ്ങൾ ഇതിൽ നടത്താം കേട്ടോ. ഇനി അടുത്ത ടൈപ്പ് ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഒരു ഡോട്ടിൻ്റെ ഉള്ളിൽ വേറൊരു കളർ ഡോട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഡോട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഡോട്ട്സ് വേണമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഗ്രീനിൽ ബ്ലൂ ആണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡോട്ട്സ് ഇടുന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതും ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെയാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, കാണാത്തവരൊന്ന് പോയി കാണണേ. ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ടുള്ള പാത്തൂസ് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്തത് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത ഇതുപോലത്തെ ക്രിയേഷൻസ് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക. ഞാനിതുപോലെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പാത്തൂസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എസ്പെഷ്യലി ആ ഫോൺസൊക്കെ കിടും. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി.